നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു 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 പേരാണ് ADHD. ഈ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം മിക്കവാറും അവിടുത്തെ ടീച്ചർമാർ, ഹെഡ് ടീച്ചർമാർ വരും, ഡോക്ടറെ ഞങ്ങളുടെ ക്ലാസ്സിലും ഉണ്ട് 2-3 കുട്ടികളുണ്ട്, ഭയങ്കര ഹൈപ്പറാണ് അവർ എന്ന് പറയാറുണ്ട്. അപ്പം ഈ ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു കുട്ടിയും അത് ഓട്ടിസം ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ഓട്ടിസം ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്. അതായത് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഇതൊരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമുക്ക് 2-3 സ്റ്റേജ് ഉണ്ട് അതിന് മുന്നേ ഉള്ളത്. ഏതാ? ഒന്ന്, ഒരു കുസൃതി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അത് ഒരു വികൃതി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വരും. 3, ഒരു വാശി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വരും. 4, ഒരു അമിത വാശി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വരും. 5-മത്തതാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ കുസൃതി എന്ന് പറഞ്ഞ സ്റ്റേജ് നമ്മൾ മിക്കവാറും വീടുകളിൽ കേൾക്കാറുണ്ടാവും. ഭയങ്കര കുസൃതിക്കാരനാണെന്ന് നമ്മൾ പറയും. നമ്മൾ അത്ര അറ്റൻഷൻ കൊടുക്കാറില്ല. അതിന് മുകളിൽ അവനൊരല്പം വികൃതിക്കാരനാണ് എന്ന് നമ്മൾ പറയുന്ന വാക്കുണ്ട്. പലപ്പോഴും നമുക്ക് ഈ വാക്കുകളുടെ അതിർവരമ്പ് നിശ്ചയിക്കാൻ പറ്റാത്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 3-മത്തെ സ്റ്റേജാണ് ഈ പറയുന്ന വാശി എന്ന് പറയുന്നത്. അപ്പോൾ വാശി ഒരു കുട്ടി കാണിച്ചാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, അവൻ ഇത്തിരി വാശിക്കാരനാണ്, അവൻ്റെ അച്ഛനും വാശിക്കാരനായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അപ്പൂപ്പനും വാശിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീട്ടിലുള്ള ഒരു എക്സാമ്പിൾ നമ്മളെടുത്ത് അതും നമ്മൾ പതുക്കെ തള്ളിക്കളയും. പക്ഷേ ഈ വാശി എന്ന് പറയുന്നത് കുട്ടി എന്തോ കിട്ടാനോ എവിടുന്നെങ്കിലും എസ്കേപ്പ് ചെയ്യാനോ ആയിരിക്കുമല്ലോ വാശി കാണിക്കുക. പൊതുവെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ, എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ എവിടുന്ന് എസ്കേപ്പ് ചെയ്യാനോ. ഇതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്ര അവെയറല്ല. അടുത്ത സ്റ്റേജാണ് അമിതവാശി. കാരണം ഈ കുട്ടി എവിടെയെങ്കിലും ഒരു കല്യാണ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും മാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ പോകുമ്പോൾ നിലത്ത് കിടന്ന് ഉരുളുക, ഓവറായിട്ടൊരു വാശി കാണിക്കുക. അപ്പോഴായിരിക്കും കൂടെയുള്ള ആരെങ്കിലും പറയുന്നത് അവനെ ഒരു ഇത്തിരി ഇതുണ്ടോയെന്നൊരു സംശയം. അല്ലെങ്കിൽ നമ്മളൊരു പീഡിയാട്രിഷൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പറയും അവൻ ഇത്തിരി ഹൈപ്പർ ആണോ എന്ന് തോന്നുന്നു. പലപ്പോഴും ഈ ഹൈപ്പർനെസ്സും അതുപോലെ തന്നെ എന്താ പറയുക സ്മാർട്ട്നെസ്സും, ഇത് രണ്ടും, സ്മാർട്ട്നെസ് നല്ലതാണ്, ഹൈപ്പർനെസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യം പലർക്കും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു അമിതവാശി എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരുടെയെങ്കിലും അഡ്വൈസ്, ഒരു ഡോക്ടറോ മറ്റോ പറയുകയാണ് ഒന്ന് അവനെ ഒന്ന് ചെക്ക് ചെയ്യിക്കുമെന്ന് പറയുമ്പം നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സ്കോർ ചെയ്യുമ്പം അവിടെ ഡയഗ്നോസ് ചെയ്യപ്പെടും അവൻ ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടെ ഉണ്ട് എന്ന് പറയും. ഇങ്ങനെയാണ് പലപ്പോഴും ADHDയുടെ ഒരു തലത്തിലേക്ക് ഒരു കുട്ടി എത്തുക. പിന്നീട് അവൻ എന്താ വേണ്ടത്? പ്രോപ്പറായിട്ടുള്ളൊരു ബിഹേവിയർ തെറാപ്പി. അതായത് ഈ വാക്കുകളൊക്കെ പിന്നെയാണ് നമ്മൾ കേൾക്കുക. ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരിക, ഒരു ലേണിംഗ് ഡിസോർഡർ ഉണ്ടാവുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പിന്നെയാവും കേൾക്കുക. പക്ഷേ ഇതിനൊക്കെ മുന്നേ നമുക്ക് ഈ കുസൃതിയിലും വികൃതിയിലും വാശിയിലും അമിതവാശിയിൽ പരമാവധി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധിവരെ ADHD നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം.